നമ്മൾ ഇനി പറയാൻ പോകുന്ന സെറ്റിങ്സ് നിങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏത് സമയവും ഹാക്ക് ചെയ്യപ്പെടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഏതാണ് ആ സെറ്റിങ്സ് എന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ വെബ്സൈറ്റിൽ കയറും. പല വെബ്സൈറ്റും ഫേക്ക് വെബ്സൈറ്റുകളായിരിക്കും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അങ്ങ് വെബ്സൈറ്റിലോട്ട് പോകും. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ കുക്കീസുകൾ സേവ് ചെയ്ത് നമ്മുടെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്തെടുക്കും. തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് വളരെ സേഫ് നൽകുന്ന ഒരു സെറ്റിങ്സാണ്. അപ്പോൾ ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് എன்ற ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണും, ദായി കാണുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സേഫ് ബ്രൗസിംഗ് എന്നുള്ളൊരു സെറ്റിങ്സ്, ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഫോണിലൊക്കെ ഡിഫോൾട്ടായിട്ട് ഇത് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ മധ്യഭാഗത്തുള്ള ഐക്കണിലായിരിക്കും കാണാൻ സാധിക്കുക. ഇത് നിങ്ങളെടുത്ത് നേരെ ഏറ്റവും മുകളിൽ കാണുന്ന എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിത് വായിച്ച് നോക്കുക. ഓരോന്നിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇനി മനസ്സിലാകാത്ത ആളുകൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. ഒരുപാട് നമ്മൾ ഓരോ വെബ്സൈറ്റുകൾ കയറുമ്പോഴും നമുക്ക് നമ്മളെ സേഫ് ആക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ഒരുപാട് സെറ്റിങ്സുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എനേബിൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകളൊക്കെ നഷ്ടപ്പെടും. ഇനി വേണമെങ്കിൽ കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓരോന്നിൻ്റെ അവസാനത്തിൽ കാണുന്ന ഈ അരോ മാർക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണും. ഏതൊക്കെ ഭാഗങ്ങളാണ് ഇത് സേഫ് ആക്കുന്നത്, ഏതൊക്കെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡാറ്റകൾ എത്രത്തോളം സെക്യൂർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.